ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫയൻ്റെ തോപ്പിടി സ്കൂളിലെ ആനുവൽ ഡേക്കാണ് കേട്ടോ. അൽസാജിൽ വെച്ചാണ് നടത്തുന്നത്. 10th ആനുവൽ ഡേ ആണ് കേട്ടോ. കല്യാൺ സ്കൂള് നമ്മുടെ ഇടക്കോട് തുടങ്ങിയിട്ട് 10 വർഷമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽസാജിൽ വെച്ച് വളരെ ഗംഭീരമായ ഒരു ആഘോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഗസ്റ്റിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലിപ്സും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫയൻ്റെ തോപ്പിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആനുവൽ ഡേയുടെ വീഡിയോസൊക്കെ എടുത്ത് ഉമ്മച്ചി ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം, ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ എന്നും പറഞ്ഞ് 1 മാസം മുന്നേ നടന്ന പ്രോഗ്രാമാണ്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി താമസിച്ചു പോയി. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്നായിരുന്നു കേട്ടോ. മക്കൾ നേരത്തെ പോയി, അവർക്ക് മേക്കപ്പും ഡാൻസൊക്കെ ഉള്ളതുകൊണ്ട് മേക്കപ്പെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ അതെല്ലാം റെഡി ചെയ്യാനായിട്ട് രാവിലെ തന്നെ രണ്ടുപേരെയും കൊണ്ട് സ്കൂളിലാക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് ഇപ്പോഴാണ് വന്നത്. ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ ഉദ്ഘാടനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ദീപം കൊളുത്തുകയാണ്. ഗസ്റ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞു. പ്രിയ മാമും ദീപ മാമും എല്ലാവരും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് വന്നപ്പോൾ തന്നെ എന്തായാലും ഒന്നും മിസ്സായിട്ടില്ല. എല്ലാ ആനുവൽ ഡേ പ്രോഗ്രാമെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ സ്റ്റേജെല്ലാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് വന്ന ഉടനെ തന്നെ മക്കൾസിനെ നോക്കി. അവരുടെ അങ്ങ് അറ്റത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നോക്കി കുറച്ച് സമയം ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ പിള്ളേരെ നോക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിങ്ങനെ എൻ്റെ കണ്ണുകളെല്ലാം എൻ്റെ മക്കളവിടെ പോയി. അങ്ങനത്തെ ഒരാളിതേ ഇവിടെ വന്നിട്ടുണ്ട്. ഡ്രസ്സെല്ലാം ചെയ്തു, ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് മേക്കപ്പ് എല്ലാം ചെയ്ത് തോപ്പിക്കൂട്ട വന്നു. അവൻ വന്നപ്പോൾ നമ്മളെ കണ്ടത് പിന്നെ ഇങ്ങോട്ട് തന്നെ നിന്ന് ഹായ് പറയലായിരുന്നു കേട്ടോ അവൻ്റെ പണി. പിന്നെ പുള്ളിക്കാരൻ്റെ ഫയാൻകൂട്ടന് വന്നു. അങ്ങനെ അവരെ രണ്ടുപേരും വിളിച്ച്. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫയാനാണെങ്കിൽ പറയണല്ലോ, മേക്കപ്പൊക്കെ ഇട്ടപ്പോൾ ഒടുക്കത്തെ ഗ്ലാമറായിരുന്നു എൻ്റെ ഫയാൻകൂട്ടൻ. അങ്ങനെ മുടിയെല്ലാം വളർത്തി പുള്ളിക്കാരൻ റെഡി രണ്ടുപേരും നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് എന്തെങ്കിലും വിശക്കുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. എന്നാലും ഇപ്പോൾ ഈവനിങ് ആയി, 5 മണി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പിന്നെ അവർക്ക് പപ്സ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പപ്സും ജ്യൂസും എല്ലാം വാങ്ങി കൊടുത്തു. പിന്നെ അവർക്കെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങളിത് ഇവിടെ തിരിച്ചു വന്നു. കുറേ സമയം ഇതെല്ലാം കണ്ടു. പിന്നെ വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പിന്നെ എനിക്ക് വിശന്നു, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവരെ കൂടെ വിളിച്ചു. പിന്നെ ഞങ്ങളിവിടെ വന്നു. പിന്നെ വീണ്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് മഞ്ച് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ തിരിച്ചു വന്നു. പിന്നെ വീണ്ടും പ്രോഗ്രാംസിൻ്റെ ഇതൊക്കെ കാണുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തോപ്പിയുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാംസ് എല്ലാം അടിപൊളിയായിരുന്നു. ഓരോ കുട്ടികളും എന്തോ പറയുക, നല്ല പെർഫോമൻസ് ആയിരുന്നു. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ. എല്ലാം അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സോങ്സ് ഒന്നും ഇടുന്നില്ല, ഞാൻ കുറച്ച് പാർട്ട് ഇടുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും. നല്ല രീതിയിൽ അവർ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചു കുട്ടികൾ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വരെയുള്ള അവർ എത്ര നന്നായിട്ടാണ് ഡാൻസ് കളിച്ചതെന്ന് എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് വന്ന് പ്രിയ മാമിനും ബിന്ദു മാമിനും കൊച്ചു മക്കളുടെ ഗിഫ്റ്റ് എല്ലാം അവർ കൊടുത്തായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ.
ഇനി തോപ്പിക്കുട്ടൻ്റെ ഡാൻസാണ് കേട്ടോ. ഇത് അവർ റിഹേഴ്സൽ ചെയ്യുന്നതാണ്. പിന്നെ അതാ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നും പറയണ്ട, തോപ്പിക്കുട്ടൻ അടിച്ച് പൊളിച്ചെന്ന് തന്നെ പറയാം. ഇതെല്ലാം ഈ ഡ്രസ്സെല്ലാം നമ്മൾ മീഷോ ഒന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. നല്ല രസമുണ്ട്. തൊപ്പിയൊക്കെ വച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത് തോപ്പയുടെ ഡാൻസ് കഴിഞ്ഞാൽ അടുത്തിനി ഫയാൻകുട്ടൻ്റെ ഡാൻസാണ് കേട്ടോ. അവന് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്തു കേട്ടോ. പിന്നെ ഇതെല്ലാം ഫയാൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഒരുപാട് സമയമായിട്ടോ. അങ്ങനെ അവരും ടയേർഡായി, മക്കളും ടയേർഡായി. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വീണ്ടും അടുത്ത വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. ദിസ് ഇസ് സാമിന ഷമീം. ബൈ ബൈ.